ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ല കളറാവുന്ന വരെ ചെറിയ തീരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതേപോലെ നല്ലൊന്ന് കളറായതിനു ശേഷം നമുക്ക് വാങ്ങി ചൂടാറിന് ശേഷം നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ എയിലാണോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞ ഒരു സവോള, ഒന്നോ രണ്ടോ സവോള ചേർത്ത് കൊടുക്കുക. അത് പെട്ടെന്ന് വയന്ന് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊരു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. ഇപ്പൊ സവോളയൊക്കെ നല്ലപോലെ വയന്ന് വന്നിക്കണേ. ഇനി അതിലേക്ക് ഇതേപോലെ ചെറിയൊരു കയ്യിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് അതിന്റെ പച്ചമണം നല്ലോണം മാറുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അടുത്ത വലിപ്പമുള്ള 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല കഴുകി നല്ല മുറിച്ച് വൃത്തിയാക്കി വെച്ച ചിക്കന്, 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരുന്നത്, അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മസാല എല്ലാ ഉള്ളി തക്കാളിയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് പാകത്തിന് കുറച്ചും കൂടി ഉപ്പ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. തീ കുറച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു മസാല ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പെത്തിച്ച് അതിലേക്ക് 2 കഷ്ണം പട്ട, അതേപോലെ 2 ഏലക്കായ്, 3-4 കറുകപ്പൂ ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും അതേപോലെ ചെറിയ 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് കരിയാതെ നമുക്കത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വാങ്ങി നല്ല മിക്സിയിലിട്ട് നല്ല തരിതരിപ്പായിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ആ മസാല അതിൻ്റെ ഏലക്കായ ഇതൊക്കെ നല്ലൊന്ന് പൊടിയാൻ വേണ്ടി നല്ലൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗം വെന്തിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാല അല്ലേ, അത് ആദ്യം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാനും വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം നമ്മൾ മസാല വെച്ചാൽ മിക്സിയിലേക്ക് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് കുലുക്കിയതിന് ശേഷം അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല വറുത്ത മസാലയും കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ല് തന്നെയാണ്. ഇനി നമുക്ക് അതിലേക്ക് നല്ല മയത്തിൽ അരച്ച് വെച്ച വറുത്ത തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. നല്ല കറി പോലെ വെള്ളം പോലെയുള്ള കറിയല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ അരപ്പും കാര്യങ്ങളൊക്കെ ആ ചിക്കനിലേക്ക് ആവാനും വേണ്ടിക്കാണ്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് പച്ച കറിവേപ്പിൻ്റെ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമുക്ക് മൂടി വെക്കേണ്ടത്. അത് കറിവേപ്പിൻ്റെ ആ പച്ച വെളിച്ചെണ്ണൻ്റെ ഒക്കെ സ്മെല്ല് ആ ചിക്കനിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ മസാലയൊക്കെ അതിൽ നല്ലോണം സെറ്റായി വന്നിങ്ങനെ. ഇപ്പൊ കുറച്ച് ഗ്രേവി ഇതുണ്ട്. നമുക്ക് ഇത്ര ഗ്രേവി വേണ്ട. ഈ ഒരു ഗ്രേവിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇറക്കി കൊടുക്കുക. നമുക്ക് ഒന്നും കൂടി എണ്ണ തെളിയണ രീതിയിലാണ് ഗ്രേവി വേണ്ടത്. ഇപ്പൊ നല്ലോണം വെന്ത് നല്ലോണം മസാലയൊക്കെ എല്ലാ ചിക്കനിലൊക്കെ പിടിച്ച് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്ന് കിട്ടോ. ഇപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ ബട്ടൂരി ഇവിടെ റെഡി ആക്കണേ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഇപ്പൊ ചപ്പാത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ നെയ്പ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരാം. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.